എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് 2. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 6 സ്മോൾ ഫോക്ക്. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ജേസൺ ലാനിസ്റ്ററിന്റെ ആർമി ഗോൾഡൻ ടൂത്തിലേക്ക് എത്തുന്നതായിട്ടാണ്. ജേസൺ ലാനിസ്റ്ററിന്റെ ആർമീനെ പണ്ട് അവിടെ ഇവിടെയൊക്കെ ഡ്രോൺ ഷോട്ടിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ട് എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പെട്ടിരുന്നു. വലിയ ആർമിയാണ്. വലിയ ആർമി എന്ന് പറഞ്ഞാൽ 1000 നൈറ്റ്സും 7000 സോൾജേഴ്സും ഉള്ള ആർമിയാണ്. ലയൺസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറെ ആൾക്കാരുണ്ട്. ജേസൺ ലാനിസ്റ്ററിനെ നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. ജേസൺ ലാനിസ്റ്റർ റെനേറേനെ പ്രപ്പോസ് ചെയ്തിരുന്നു. നമ്മുടെ പ്രപ്പോസ് തന്നെയാണല്ലോ അതിന് പറയല്ലേ സീസൺ 1. പിന്നെ ജേസൺ ലാനിസ്റ്ററിന്റെ ബ്രദർ ആണ് മാസ്റ്റർ ഓഫ് കോയിൻസ് ഗ്രീൻസിന്റെ കൗൺസിലിൽ ടൈലൻ ലാനിസ്റ്റർ. ലാനിസ്റ്റേഴ്സ് ജനറലി വളരെ വെൽത്തി ആയിട്ടും വളരെ വെൽ ഓഫ് ആയിട്ടുള്ള ഒരു ഹൗസാണ്. വളരെ പവർഫുൾ ആയ ഒരു ഹൗസാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആർമിയും വളരെ വലുതാണ്. ഇവരുടെ ഒരു ഇതെന്താന്ന് വെച്ചാൽ അടുത്തത് റിവർലാൻഡ്സിലേക്കാണ്. ഹാരൻ ഹോൾ ആണ് അടുത്ത ഒരു ടാർഗറ്റ്. പക്ഷേ ജേസൺ ലാനിസ്റ്റർ ഏമണ്ടും വേഗാറും വരാണ്ട് അങ്ങോട്ടൊന്നും പോവാൻ ഇതില്ല. ഗോൾഡൻ ടൂത്തിലെ ആള് ചോദിക്കും, അല്ല അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ അടുത്തത് എപ്പോഴാ റിവർലാൻഡിലേക്ക് പോവാന്നുള്ള പോലെ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങള് കുറെ വൈകിയല്ലോ, ഇപ്പൊ നടന്നൊക്കെ ക്ഷീണിച്ചു, എല്ലായിടത്തും നടന്നൊക്കെ ക്ഷീണിച്ചു. കുതിരപ്പുറത്തും പോവാൻ തോന്നുന്നു കേട്ടോ, പിന്നെ ഇങ്ങനത്തെ വണ്ടികളിലൊക്കെ പോവാൻ തോന്നുന്നു. അപ്പൊ ക്ഷീണിച്ചു, നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് സമാധാനപ്പെട്ട്. അപ്പൊ ഈ 7000 ആൾക്കാർക്ക് ഈ ഗോൾഡൻ ടൂത്ത് ഫുഡും പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ്സ് നോട്ട് ഈസി. അത്ര ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും. ആ ഗോൾഡൻ ടൂത്തിലെ ആളുടെ മുഖം കണ്ടാൽ വേണ്ടി ഈശ്വര ഈ വയ്യാവേലിയൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാല് വേഗാറും ഏമണ്ടും വരണം. പുള്ളിക്ക് നല്ല ബുദ്ധിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ഗ്രൗണ്ടിൽ ഒരു ആർമി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, കെറാക്സീസ് എന്നുള്ള കെറാക്സീസ് ഞാൻ തെറ്റിക്കുന്നില്ല, ക്രാക്സീസ് അല്ല കെറാക്സീസ് എന്നുള്ള ഡ്രാഗൺ ഉണ്ടെങ്കിൽ തന്നെ ഏമണ്ട് ചെയ്യുന്ന പോലെ തന്നെ ഡേമണ്ട് സ്നീക്ക് അറ്റാക്ക് ചെയ്ത് മേലെന്ന് നല്ല നൈസായിട്ട് അറ്റാക്ക് ചെയ്തിട്ട് ഇവരുടെ ഈ 7000 ആൾക്കാരെ വേണമെങ്കിൽ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ജേസൺ ലാനിസ്റ്ററിന് നന്നായിട്ട് അറിയാം. കിങ്സ് ലാൻഡിങ്ങിലാണെങ്കിൽ ഏമണ്ടിന് ജേസൺ ലാനിസ്റ്റർ എന്നെ സമൺ ചെയ്തത് എങ്ങനെ, ഞാൻ കിങ് ആണ്. ഏമണ്ടിന് കുറച്ച് അഹങ്കാരം കയറിയത് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഏമണ്ടിന്റെ അടുത്ത സ്ട്രാറ്റജി എന്താ വെച്ചാൽ, കിങ്സ് ലാൻഡിങ്ങിൽ ഗള്ളറ്റ് ബ്ലോക്കേഡ് ഉണ്ടല്ലോ കോർലിസിന്റെ വക, അതായത് ഫുഡും അവശ്യ വസ്തുക്കളും കിങ്സ് ലാൻഡിങ്ങിലേക്ക് കപ്പൽ വഴി കടത്തിവിടാതെ ഒരു ബ്ലോക്കേഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം കോർലിസിന്റെ കയ്യിൽ ട്രിഫ്മാർക്കിലുള്ള നേവി എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലീറ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഈ ബ്ലോക്കേഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു ഇതിൽ പ്രകാരം ഏമണ്ട് വിചാരിക്കുന്നത് ട്രയാർക്കി ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കാം. ട്രയാർക്കി ആരാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സീസണിൽ ഡേമണും കോർലിസും ഒക്കെ ഫൈറ്റ് ചെയ്തിരുന്ന ഒരുപാട് കാലം ഇവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കിയ ഒരു ആൾക്കാരാണ് ട്രയാർക്കി ഉള്ളത്. ക്രാബ് ഫീഡറും അവരൊക്കെ ഉണ്ടായിരുന്ന ടീം. ട്രയാർക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ടീമാണ്. അത് വെസേരിസിന് അറിയായിരുന്നു. ആലിസന്റ് പറയും നിന്റെ അച്ഛനും അറിയായിരുന്നു ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്, ഇവരെന്നെ വേണോ എന്നുള്ള പോലെ ചോദിക്കും. ഏമണ്ടിനെ ആലിസന്റ് സംസാരിക്കുന്നതന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പോലെ നമുക്ക് മുഖം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഉള്ളത് ഇവരുടെ ഫ്ലീറ്റുകളാണ്. ഈ ഹൈറ്റവേഴ്സിന്റെ ഒക്കെ ഫ്ലീറ്റ് ഇവിടേക്ക് എത്താൻ ഒരുപാട് സമയം എടുക്കും. പിന്നെ ഉള്ളത് ഗ്രേ ജോയ്സിന്റെ ഫ്ലീറ്റ് ആണ്. നമ്മുടെ തിയോൺ ഗ്രേ ജോയ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അവർ ഒരു ഐലൻഡ് നേഷൻ ആണല്ലോ, അവരുടെ ഫ്ലീറ്റ് ആണ്. അവർക്ക് ഒരുപാട് കപ്പലുകളുണ്ട്. പക്ഷേ ഡാൽട്ടൺ ഗ്രേ ജോയ് ആർക്കും ഒരു അലീജൻസ് ഇങ്ങനെ പ്രഖ്യാപിക്കാണ്ട് ആര് എവിടെ ഗെയിൻ ചെയ്യുന്നു അവിടേക്ക് പോവാനുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. അപ്പൊ കൗൺസിലിലെ ജാസ്പർ പറയും നമുക്കൊരു കാര്യം ചെയ്താലോ, ക്വീൻ ആലിസനെ അവർക്ക് അങ്ങ് കെട്ടിച്ചു വിട്ടാലോ. സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു കമ്മോഡിറ്റി ആണല്ലോ. കാരണം ഓട്ടോ ആലിസനെ ട്രീറ്റ് ചെയ്തതും ഇങ്ങനെ തന്നെയാണ്. ആലിസനെ ഒരു 16 വയസ്സുള്ളപ്പോൾ ഒരു കമ്മോഡിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് പവറിന് വേണ്ടി വെസേരസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഭാഗ്യത്തിന് അപ്പോഴെങ്കിലും ക്രിസ്റ്റൻ പറയും അയ്യോ അത് വേണ്ട എന്നുള്ള പോലെ പറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈമണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലാനിസ്റ്റേഴ്സ് റിവർലാൻഡ്സിലേക്ക് മാർച്ച് ചെയ്യണം, ഇവിടുന്ന് സർ ക്രിസ്റ്റനും മാർച്ച് ചെയ്തിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡേമൺ അവിടെ ഒരു ആർമീനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ, ആകെ ബ്ലാക്ക് വുഡ്സും വേണ്ടാതെ ജോയിൻ ചെയ്ത് ബ്രാക്കൻസും, പിന്നെ ആരെയാണ് ഡേമൺ ഫൈറ്റിന് വിടാൻ പോകുന്നത്, സൈമൺ സ്ട്രോങ്ങിനെയും ആലിസ് റിവേഴ്സിന്റെ മൂങ്ങകളെ, ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ അവർക്ക് ഇതറിയില്ല. ഇവരുടെ ഒരു ഇതിൽ രണ്ട് സൈഡിൽ നിന്നും ഡേമണിനെ അറ്റാക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏമണ്ട് പറയും എന്റെ അങ്കിൾ എന്നുള്ള ചാലഞ്ച് എനിക്ക് വെൽക്കം ചാലഞ്ചാണ്, ഞാൻ ജോയിൻ ചെയ്യും പക്ഷെ കറക്റ്റ് ടൈമിൽ എന്നുള്ള പോലെ. അത് എനിക്ക് തോന്നുന്നു ഏമണ്ട് എപ്പോഴും ഒരു സ്നീക്ക് അറ്റാക്കിന്റെ ആളാണല്ലോ, ഒളിച്ചിരുന്നിട്ട് അങ്ങനെ എന്തോ ഒരു പ്ലാനിങ് ആണ് ഏമണ്ടിന്റെ മനസ്സിൽ തോന്നുന്നു. അത് കഴിഞ്ഞ് കൗൺസിൽ മീറ്റിംഗ് പിരിച്ചുവിടുന്നതിന്റെ മുന്നേ ഏമണ്ട് പറയും ആലിസന്റെ ഒന്ന് നിൽക്കണം എന്നുള്ള പോലെ. എന്നിട്ട് ഏമണ്ട് ആലിസന്റെ അടുത്ത് പറയും അമ്മയ്ക്ക് ഇനി ഇപ്പൊ ഇതിനൊന്നും വരേണ്ട ആവശ്യമില്ല, ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്തിട്ട് വീട്ടിലിരുന്നാ പോരെ എന്നുള്ളൊരു ചോദ്യം. ആലിസന്റെ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പവറിന് വേണ്ടിയിട്ടാണ്. ആലിസന്റെ ഒരു പവറും ഇല്ലാത്ത റെനേറ മറ്റേ ഏഗോൺ ദ കോൺകറിന്റെ പ്രോഫസി പറയുമ്പോൾ തന്നെ ആലിസന്റ് പറയുന്നുണ്ട് എന്റെ പവേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള പോലെ. ആലിസന്റ് ഇപ്പോൾ ഒരു തരത്തിലും ഒരു പവറും ഇല്ലാത്ത ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു വെസേരിസിന്റെ റീജന്റ് ആയിട്ട് ആൾക്ക് ഭരിക്കാൻ കിട്ടിയപ്പോൾ ആ ഒരു അധികാരത്തിൽ ആള് ഓട്ടോന്റെയും ബലത്തിലാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ ആ ഒരു അധികാരത്തിൽ ആള് കുറച്ച് കയ്യിൽ നിന്ന് പോയി, ഇപ്പം ഒന്നുമില്ലാണ്ടായി, ഗ്രൗണ്ട് സീറോയിലേക്ക് വരുന്ന പോലെയാണ്. അപ്പൊ ഏമണ്ടിന്റെ അടുത്ത ആലിസന്റ് ചോദിക്കും നിന്റെ ചൈൽഡ്ഹുഡിലെ ബുദ്ധിമുട്ടുകൾ, കാരണം ഏമണ്ട് കോൺസ്റ്റന്റ്ലി ബുള്ളീഡാണ്. ഏമണ്ടിന്റെ
ഡേമണ്ടിന്റെ നെഫ്യൂസായ ലുസേറിസും ജെസേറിസും ഒക്കെ എപ്പോഴും ബുള്ളിയായിരുന്നു. എന്നാൽ അവരെക്കാൾ ഉപരി ഏഗോൺ വളരെയധികം ഏമണ്ടിനെ ബുള്ളിയായിരുന്നു. ചൈൽഡ്ഹുഡ് ട്രോമ ഭയങ്കര ട്രിവിയലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് പിന്നീട് ഒരു മനുഷ്യനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്നുള്ളത് ആലിസന്റെ കുട്ടികളിൽ വളരെ ക്ലിയർ ആണ്. റെനേറേന്റെ കുട്ടികൾ ഓൺ ദി അതർ ഹാൻഡ് കുറച്ചും കൂടി സെക്യൂർഡ് ആയ ഒരു എൻവയോൺമെന്റിൽ വളർന്നുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ക്ലിയറർ വിഷൻ ഉള്ള പോലെ നമുക്ക് തോന്നും. ഏമണ്ട് ആലിസനെ ഡിസ്മിസ് ചെയ്യാണ്. ആലിസന്റ് പലപ്പോഴും തന്റെ കുട്ടികൾക്ക് കൊടുത്തിരുന്ന സൈലന്റ് ട്രീറ്റ്മെന്റ് ഇപ്പൊ ആലിസന്റിന് കിട്ടുമ്പോൾ വലിയ സുഖമില്ല എന്നാണ് ആലിസന്റ് മനസ്സിലായി തുടങ്ങുന്നത്. ഡ്രാഗൺ സ്റ്റോണിൽ കോർലിസ് ഹാൻഡിന്റെ പിന്നൊക്കെ കുത്തിയിട്ടുണ്ട്. കോർലിസിന് തന്നെ ഒരു സംശയമൊക്കെ ഉണ്ടോ, ഒന്ന് നോക്കണമൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് കൗൺസില് സ്റ്റെഫൻ ഡാർക്ലിങ്ങിനെ വിളിക്കുന്നതായിട്ടാണ്. സ്റ്റെഫൻ ഡാർക്ലിങ്ങിന്റെ അച്ഛനെയാണ് ക്രിസ്റ്റൻ കോള് ഡസ്കൻഡെയിലിൽ തലവെട്ടിക്കൊന്നത്. അപ്പം സ്റ്റെഫൻ ഡാർക്ലിങ്ങിന് ക്വീൻസ് ഗാർഡ് ആണ്. അയാൾ വൈറ്റ് ക്ലോക്കുള്ള ക്വീൻസ് ഗാർഡ് ആണ്. നല്ലൊരു നൈറ്റ് ആണ്, കേപ്പബിൾ ആണ്, എല്ലാം ആണ്. അപ്പൊ റെനേറ വെച്ച് നോക്കുമ്പോൾ ആളുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ സൈഡിൽ വെലേറിയൻ ബ്ലഡ് ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെഫൻ ഡാർക്ലിങ്ങിനെ കൊണ്ട് ഒരു ഡ്രാഗണിനെ ക്ലെയിം ചെയ്യും. ഇവരിപ്പോഴും എനിക്ക് തോന്നുന്നു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്നുള്ളൊരു ചിന്തിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്നത് മാറി കല്യാണം കഴിച്ച ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ വെലേറിയൻസും ടാർഗേറിയൻസും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാനാണ്. ടാർഗേറിയൻസ് എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലി തന്നെ കല്യാണം കഴിക്കുന്നത്, ഇൻസെസ്റ്റ് വളരെ കൂടുതലായിട്ടുള്ള ഫാമിലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ബ്ലഡ് പ്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് അവരുടെ ഡ്രാഗൺ ബ്ലഡ് മറ്റ് ഹൗസസുമായിട്ട് ഡയലൂട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ കഴിയുന്നത്ര ടാർഗേറിയൻസിന്റെ വിത്തിനിൽ തന്നെ കല്യാണം കഴിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു ലെജിറ്റിമസി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടുള്ള ഒരു പ്രോസസ്സാണ്. ഒന്നുമില്ലെങ്കിൽ കിങ്ങോ ക്വീനോ കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ ലെജിറ്റിമസി കൊടുത്താൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രാഗൺസും അവരുടെ പവറും അവരുടെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സഹോദരങ്ങളെയും അങ്കിളും നീസും ഒക്കെ കല്യാണം കഴിക്കുന്നത്. ഈ സ്റ്റെഫൻ ഡാർക്ലിങ്ങിനാണെങ്കിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഗ്രേറ്റ് ഗ്രാൻഡ് മദറിന്റെ സൈഡിൽ നിന്ന് വെലേറിയൻ ബ്ലഡ് ലൈൻ ഉള്ളത്. അപ്പൊ ആളോട് ചോദിക്കുകയാണ്, ഡ്രാഗൺ സ്റ്റോണിലെ ക്ലെയിംഡ് അല്ലാത്ത ഡ്രാഗൺസ്, സീ സ്മോക്ക് ഉണ്ട്, സിൽവർ വിങ് ഉണ്ട്, വെർമിത്തോർ ഉണ്ട്, ക്ലെയിംഡ് അല്ലാത്ത ഡ്രാഗൺസിനെ നിങ്ങൾ ഒരു ട്രയൽ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ള പോലെ റെനേറ ചോദിക്കുകയാണ്. സ്റ്റെഫൻ ആണെങ്കിൽ ഓൾറെഡി അച്ഛനെ നഷ്ടപ്പെട്ടതിന്റെ വെഞ്ചൻസ് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആൾക്ക് മേ ബി ഇതൊരു പ്രതികാരത്തിനുള്ള ഒരു ചാൻസ് ആയിട്ടും കൂടി. പിന്നെ ഡ്രാഗൺസിനെ ഗോഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പണ്ട് ഡേമൺ എങ്ങാനും കെറാക്സിസിനെ എടുത്തിട്ട് പോകുമ്പോൾ സ്റ്റെഫനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് മേലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സീന് നമ്മൾ കഴിഞ്ഞ സീസണിലെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ട്. അയാളെ സംബന്ധിച്ച് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അയാൾ വളരെ പെട്ടെന്ന് പറയാണ്, ഞാൻ തയ്യാറാണ്. അപ്പൊ റെനേറ പറയും, ഇതിനൊരു റിസ്ക് ഉണ്ട്, നിങ്ങൾ മരിക്കാം എന്നുള്ള റിസ്ക് ഉണ്ട്, പക്ഷെ ഹീസ് കംപ്ലീറ്റ്ലി വില്ലിങ്. പിന്നീട് നമ്മൾ കാണുന്നത് ഡേമൺ ഭാർഗവി നിലയത്തിലാണ്. ഹാരൻ ഹോളിൽ ഇപ്പോഴും സ്പൂക്കി ഡ്രീംസ് ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കും. ഈ ഡേമന്റെ ഒരു കാര്യം എന്താ ചെയ്യുക, എനിക്ക് ആക്ച്വലി ഡേമണിനെ ഹാരൻ ഹോളിൽ കണ്ടും മടുത്തു. നിങ്ങൾക്ക് മടുത്തോ എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ്സിൽ പറയാം. കാരണം ഇനി മതി, ഇനി നമുക്ക് വല്ല ബാറ്റിലോ എന്തെങ്കിലും വേണമെങ്കിൽ റെനേറേൻ്റെ അടുത്ത് കച്ചറുണ്ടാക്കാനോ ഏമണ്ടിനെ എന്തിനെങ്കിലൊക്കെ പോവാം. ഇനി മതി, സ്വപ്നവും അതും ഇതൊക്കെ കണ്ട് നടന്നത് മതിയായി എന്നുള്ളൊരു സ്റ്റേജിൽ ഞാൻ പേഴ്സണലി ആസ് എ വ്യൂവർ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഒരു ഡ്രീമാണ് അടുത്തത്. വെസേറിസിനെയാണ് കാണുന്നത്. വെസേറിസിന്റെ ഒരു അപ്രൂവലിന് വേണ്ടി വളരെയധികം ക്രേവ് ചെയ്യുന്ന ഒരാളാണ് ഡേമൺ. അതാണെങ്കിൽ ഡേമണിനൊട്ട് കയ്യിലിരിപ്പോണ്ട് കിട്ടണമില്ല. ഡേമൺ വെസേറിസിന്റെ മകനും ഭാര്യയും മരിക്കുന്ന ദിവസമാണ്. കാരണം പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്തിൽ ബ്രീച്ച് ബേബിയൊക്കെ ആണെങ്കിൽ പിന്നെ അമ്മ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണല്ലോ. മോഡേൺ മെഡിസിൻ വന്നതിന് ശേഷമാണല്ലോ ഒക്കെ മാറിയത്. മരിച്ച ആ ഒരു ദിവസത്തിൽ വെസേറിസിന് ഭാര്യയും എയർ ആവുമെന്ന് വിചാരിച്ച മകനും നഷ്ടപ്പെട്ട ഒരു സീനാണ്. അതില് ആ മകനെ പറയുന്ന എയർ ഫോർ എ ഡേ, അത് പറഞ്ഞിട്ട് നീ എന്നെ കളിയാക്കിയില്ലേ, നീ എന്റെ ഗ്രീഫിൽ പങ്കു ചേർന്നില്ലല്ലോ എന്ന് വെസേറിസ് ഡേമണിനോട് ചോദിക്കുകയാണ്. ഡേമൺ അന്ന് എന്തായത് കുറെ ബ്രോത്തൽസിലൊക്കെ പോയിട്ടും കള്ളു കുടിച്ചിട്ടും ഒക്കെ നടക്കുക ചെയ്തത്. ഡേമണിന് ഭയങ്കര ഒരു ഗിൽറ്റ് ട്രിപ്പ് ഫീലിംഗ് ആണ്. അയ്യോ, അതായത് ചെയ്തത് ശരിയല്ല എന്ന് പിന്നീട് തോന്നുന്നു. വെസേറിസിന്റെ ആ മോന് വെച്ചിരുന്ന മുട്ടയാണ് പിന്നെ മെസാരിയക്ക് ഇല്ലാത്ത കുട്ടി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കട്ടെടുത്ത് കൊണ്ടുപോകുന്നതും കുറേ കയ്യിലിരിപ്പ് ചെയ്തിട്ടുണ്ട് ഡേമൺ ആ സമയത്ത്. ഡേമൺ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേഗം ഓടി, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഭയങ്കര ഒരു എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ് ഡേമൺ. വേഗം അവിടുന്ന് സ്കൂട്ടാവാൻ നോക്കും. അപ്പൊ വേഗം പോയിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ ആ വാതിൽ അടഞ്ഞിരിക്കുന്ന പോലെ. അതായത് ഡേമണിനെ ആലിസ് റിവേഴ്സ് ആണോ അതോ ഹാരൻ ഹോളിലെ വിയർവുഡ് ട്രീസ് ആണോ ആളുടെ കയ്യിലിരിപ്പിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുന്ന പോലെയാണ് കാര്യങ്ങൾ. ഡേമൺ എന്നിട്ട് വാതിൽ തള്ളി തുറന്ന് മുന്നിക്ക് നേരെ ചാടുന്നത് സൈമൺ സ്ട്രോങ്ങിന്റെ അടുത്തേക്കാണ്. അപ്പത്തേനും സൈമൺ സ്ട്രോങ്ങിനോട് പറയും, നിങ്ങൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്, നിങ്ങൾ എനിക്ക് അതും ഇതൊക്കെ കലക്കി തരുന്നുണ്ടല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭ്രാന്തനെ പോലെയാണ് ഡേമൺ പെരുമാറുന്നത്. കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. സൈമൺ സ്ട്രോങ് ആണ്
കിടിലാണ് കേട്ടോ. ഷു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഡേമണും മതി, നമുക്ക് മടുത്ത പോലെ ഡേമണും മടുത്തു. ഇനി സ്വപ്നം കണ്ടാക്കും മതി എന്ന് പറഞ്ഞു പോവാണ്. പകൽപ്പൂരത്തിൽ ജഗദീനെ പോലെ ബാഗ് ഒക്കെ ഇട്ടിട്ട് ഓടി പോവാണ് ഡേമൺ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട്. അപ്പൊ നമുക്ക് കെരാക്സീസിനെ കാണാൻ പറ്റും. ഇപ്പോഴും വിചാരിക്കുന്നത് ഡേമൺ ഇതൊക്കെ ആവുമ്പോൾ കെരാക്സീസിനും ഇതിന്റെ എന്തെങ്കിലും ഒരു എഫക്ട് ഉണ്ടാവും, എന്താണ് അവിടെ ചെയ്യുന്നത്, അവിടെ ആടിനെയൊക്കെ തിന്ന് മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഒരു വിയർവുഡ് ട്രീസും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് കെരാക്സീസിനെ കാണാം. ഓടി പോണ ആ ഒരു ഏരിയയിലുണ്ടാവും ആലിസ് റിവേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കണു. ആലിസ് റിവേഴ്സിന് കറക്റ്റ് ആയിട്ട് അറിയാം ഡേമൺ പോവാൻ നിൽക്കുകയാണോ എന്താണ്, എല്ലാം അറിയണ പോലെയാണ്. അപ്പൊ പുള്ളിക്കാരി മൂപ്പരാളെ കാത്തു നിൽക്കുന്ന പോലെയാണ് ആലിസ് റിവേഴ്സ് അവിടെ നിൽക്കുന്നത്. നമ്മൾ അവരുടെ ഒരു കോൺവെർസേഷനാണ് കാണുന്നത്. അവരൊരു വിയർവുഡ് ട്രീന്റെ മുന്നിൽ നിന്നിട്ടാണ് ഈ കോൺവെർസേഷൻ. ഇതൊരു വിയർവുഡ് ട്രീകളുടെ ഒരു ഏരിയ വെട്ടിത്തെളിച്ചുണ്ടാക്കിയ കാടാണ്, അതാണ് ഇതാണ്, ഇതൊന്നും എനിക്ക് കേൾക്കണ്ടെന്നാണ് ഡേമൺ പറയുന്നത്. അപ്പം ഡേമണിന്റെ ഈ ഒരു എസ്കേപ്പിസം ആലിസ് റിവേഴ്സ് കറക്റ്റ് ആയിട്ട് കോൾ ഔട്ട് ചെയ്യും. ആലിസ് റിവേഴ്സ് അവിടുത്തെ ഹാരൻ ഹോളിലെ ഗോസ്റ്റിനെ പറ്റി സംസാരിക്കും, കുറെ കാര്യങ്ങൾ സംസാരിക്കും. എന്തുകൊണ്ട് ഡേമൺ കിങ് ആവുന്നില്ല എന്നുള്ളത് കൊണ്ട്, കിങ് ആവുന്നത് ഒരു ബേർഡൻ ആണെന്ന് ആലിസ് റിവേഴ്സ് ഡേമണിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വെസേരിസിനും റെനേറയ്ക്കൊന്നും കിങ്ങോ ക്വീനോ ഒന്നും ആവാൻ താല്പര്യമുള്ള ആൾക്കാരല്ലായിരുന്നു. അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി വന്നു ചേർന്നു, അവരുടെ കൊണ്ട് പറ്റുന്ന പോലെ അവരത് മാനേജ് ചെയ്യുന്നു എന്നുള്ള പോലെയാണ്. കിങ് ആവാൻ ആർത്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് ഡേമണും ഏമണ്ടും ഒക്കെ. പക്ഷെ അത് എത്രത്തോളം വലിയൊരു ബേർഡൻ ആണെന്ന് മേ ബി ഇവർ തിരിച്ചറിയുന്നില്ല എന്നുള്ള പോലെ ആലിസ് റിവേഴ്സ് കുറച്ചൊക്കെ ഒന്ന് ബുദ്ധി ഉപദേശിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. വെസേരിസിന്റെ കാര്യമൊക്കെ ആലിസ് റിവേഴ്സ് ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ ആലിസ് റിവേഴ്സിന് എഗെയിൻ ഈ വിഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെന്നും ഇവരുടെ ഒരു ഹിസ്റ്ററിയെ പറ്റിയും ഇവരുടെ വളരെ മൈന്യൂട്ടായിട്ട് ഇവരുടെ റിലേഷൻഷിപ്സിനെ പറ്റിയും ആലിസ് റിവേഴ്സിന് അറിയാം. ഡേമൺ ഇന്നലെ കണ്ട ഒരാളാണ് സത്യം പറഞ്ഞാൽ ആലിസ് റിവേഴ്സ്. പക്ഷെ ഡേമണിനെ ആലിസ് റിവേഴ്സിന്റെ അടുത്ത് ഒരു വലിയൊരു കിൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഒരു ഇതുള്ള പോലെയാണ്, അല്ലെങ്കിൽ വളരെ ഡിപ്പെൻഡന്റ് ആണ് ഡേമൺ ആലിസ് റിവേഴ്സിൽ നമുക്ക് തോന്നും. കാരണം എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നാണ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഡേമൺ ആലിസിനോട് പറയുന്നത്. അപ്പൊ ആലിസ് പറയും ഈ റിവർലാൻഡിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നായകനില്ലാണ്ട് അവരുടെ പാരമൗണ്ട് ആണ് ഗ്രോവർ ടള്ളി. അയാൾ പറയുന്ന അല്ലാണ്ട് ഇവരിതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അയാളാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റിയ ഒരു സ്റ്റേറ്റിലും അല്ല. അപ്പൊ തന്നെ ആലിസിന്റെ അടുത്തേക്ക് ഒരു മൂങ്ങ പറന്ന് വരും ചെയ്യും. ആലിസ് പറയും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ ഈ എസ്കേപ്പ് ആർട്ടിസ്റ്റ് പരിപാടി നിർത്തൂ, ഒരു 3 ദിവസത്തിൽ കാര്യങ്ങൾ മാറും എന്നുള്ളത് ആലിസ് റിവേഴ്സ് പറഞ്ഞിട്ട് ഡേമൺ ഭാർഗവി നിലയത്തിലേക്ക് തിരിച്ചു പോവുക തന്നെയാണ് ചെയ്യുന്നത്. ഡ്രാഗൺ സ്റ്റോണിൽ ഡ്രാഗൺ കീപ്പേഴ്സ് ഉണ്ട്. അതായത് ഡ്രാഗണിനെ ഇവർ ഡ്രാഗൺ പിറ്റിലേക്ക് വെക്കാൻ തുടങ്ങിയ കാലം തൊട്ട് അവര് ഏകദേശം ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ടാർഗേറിയൻസ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗൺസിനെ എന്തിനാണ് ഡ്രാഗൺ പിറ്റിൽ വെക്കുന്നതെന്ന് വെച്ചാൽ അവരെ ടേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബലേറിയൻ ദ ബ്ലാക്ക് റെഡ് വേഗാറൊന്നും ഡ്രാഗൺ പിറ്റിൽ വളർന്ന ഡ്രാഗൺസ് അല്ല. അതുകൊണ്ട് അവർക്ക് ജീവിതകാലം വലുപ്പം വെക്കുന്ന പോലെയാണ്, നല്ല വലുപ്പം വെക്കും. ഡ്രാഗൺ പിറ്റിൽ വളർന്ന ഡ്രാഗൺസ് ആകട്ടെ ആ ഒരു കൺസ്ട്രെയിൻസിന്റെ ഉള്ളിൽ വളരുന്നതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടിരിക്കും. പിന്നീട് കാലം കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഡ്രാഗൺസിന്റെ വലുപ്പം കുറഞ്ഞു വരികയും ടാർഗേറിയൻസ് എന്നുള്ള ഫാമിലിയുടെ ഡ്രാഗൺ ഇല്ലാണ്ട് അവർ ഞാൻ പറഞ്ഞില്ല സാധാരണ മനുഷ്യന്മാരാണ്. അപ്പൊ അവരുടെ ഒരു ഇത് കുറയുകയും പിന്നീട് മാഡ് കിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പം ഉണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം, നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ പറയുന്നത് ഡെനേറിസിന്റെ ഡ്രാഗൺസ് ചെറുതാണെങ്കിലും വളരെ പെട്ടെന്ന് വളർന്നത് ഒന്ന് ഷോന്റെ തിയേറ്ററിക്സിന് വേണ്ടിയിട്ടും, 2 അവർ വൈൽഡ് ആയിട്ട് വളർന്നുകൊണ്ടാണ്. അവരെ ഡ്രാഗൺ പിറ്റിലല്ല വളർത്തിയിരുന്നത്. അതിൽ തന്നെ ഡ്രോഗോണിന് ഒരിക്കൽ പോലും ഡ്രാഗൺ പിറ്റിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഡ്രോഗോൺ ഇനി ഏറ്റവും വലുതായിട്ടിരിക്കുന്നത്. അതൊരു സൈഡ് സ്റ്റോറിയിലേക്ക് ഞാൻ പോയി. ഡ്രാഗൺ പിറ്റിൽ ഡ്രാഗൺ കീപ്പേഴ്സ് ഹൈ വലേറിയനിൽ പാട്ട് പാടുന്നു. ഐ തിങ്ക് അവർ സ്പെസിഫിക്കലി സീ സ്മോക്കിനെയാണ് വിളിക്കുന്നത്. സ്റ്റെഫന് നല്ല പേടിയുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾക്ക് തോന്നും സീ സ്മോക്ക് കറക്റ്റ് ആയിട്ട് ഓക്കെ സമ്മതിച്ചു എന്നുള്ള പോലെ. പക്ഷെ ഇമ്മീഡിയറ്റ്ലി നീച്ചിട്ട് ഈ ഡ്രാഗൺ ഫയറിൽ മരിക്കുന്നത് ഭയങ്കര വേദനയാന്ന് തോന്നുന്നു. കാരണം ഒരു ഡ്രാഗൺ കീപ്പർ ആളുടെ സ്വന്തം കഴുത്തറുത്ത് അവിടെ മരണപ്പെടുകയാണ്, സ്വയം ഒരു ആ ഫയറിൽ ഇരുന്നുകൊണ്ട് തന്നെ. കാരണം ആ വേദന അത്രയും വലിയ വേദനയാന്ന് തോന്നുന്നു. സ്റ്റെഫനാണെങ്കിൽ ഒടുക്കത്തെ വേദനയിൽ പെടയുന്നതായിട്ടും റെനേറ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ എന്നുള്ള പോലെയാണ് കാണിക്കുന്നത്. സീ സ്മോക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ഡ്രാഗൺ, ഭയങ്കര ഭംഗിയുള്ള ഒരു മെജസ്റ്റിക് ഫേസും അടിപൊളി. എവിടെ ഒരു ഡ്രോഗോണിന്റെ ഒക്കെ ഒരു മുഖവും ഒക്കെ ഉള്ളൊരു ഭയങ്കര സുന്ദരൻ ഡ്രാഗനാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് കോർലിസ് ആലിൻ ഹളിനോട് സംസാരിക്കുന്നതായിട്ടാണ്. ആഡം ഹളിനെ കാണിച്ചുകൊണ്ടാണ് ആ സീൻ തുടങ്ങുന്നത്. കോർലിസ് ആലിൻ ഹളിനോട് പറയും നിങ്ങൾ എൻ്റെ ഫസ്റ്റ് മേറ്റ് ആവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള പോലെ. ആലിൻ ഹളിന് ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആൾ ചോദിക്കും ഇതൊരു റിക്വസ്റ്റ് ആണോ അതൊരു ഓർഡർ ആണോ എന്നുള്ള പോലെ. കോർലിസ് വളരെ നൈസായിട്ടാണ് ഇപ്പൊ ഇവരോട് ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആളുടെ മരണത്തിന്റെ തൊട്ട് മുന്നേ റേനീസ് പറഞ്ഞത് ഇവർക്ക് ഒരു ലെജിറ്റിമസി കൊടുക്കൂ എന്നുള്ള പോലെ രീതിയിലായിരുന്നു റേനീസ് ഇയാളുടെ അടുത്ത് സംസാരിച്ചത്. മേ ബി അത് കോർലിസിന്റെ മനസ്സിലുണ്ട്.
അതുകൊണ്ടായിരിക്കും ഇവരോട് കുറച്ചും കൂടി നൈസായിട്ട് പെരുമാറുന്നത്. ആലിനാണെങ്കിൽ ഇതിനോട് വലിയ താല്പര്യമില്ലാത്ത പോലെ ആഡമിന് പണ്ടും ഈ ഒരു ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് അഡ്വാൻസ് ചെയ്തൂടെ ലൈഫിൽ എന്നുള്ളൊരു ചോദ്യം വളരെ ക്ലിയർ ആയിട്ട് ആലിന്റെ അടുത്ത് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തന്നെ പിന്നീട് ഒരു സീനിൽ കാണിക്കുന്നതാണ്, ഇത് ഞാൻ ഇവിടെ തന്നെ പറഞ്ഞു പോവാണ്. ആഡമിന് കുറച്ചും കൂടി ഈ ഒരു കോർലിസിന്റെ ഇല്ലെജിറ്റിമേറ്റ് കുട്ടികളാണ് എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആലിന് ആ ഒരു ഐഡന്റിറ്റിയോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളത്. ആലിന്റെ മുടി കോർലിസിനെ പോലെ വൈറ്റ് ആണ്, അതാള് ഷേവ് ചെയ്ത് കളയാണ്. ഇതിൽ തന്നെ ആഡമിന്റെ മുടി വെള്ള കളറല്ല. ടാർഗേറിയൻസിന്റെ ഹെയർ അല്ലെങ്കിൽ വെലേറിയൻസിന്റെ ഹെയർ എപ്പോഴും വൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഗെയിം ഓഫ് ത്രോൺസിൽ പ്രൊമിനന്റ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതില് ഇവിടെ വന്നാലും ഈ റെനേറയുടെ കുട്ടികൾ ഹാർവിൻ സ്ട്രോങ്ങിന്റെ കുട്ടികളാണെന്നുള്ളതിന്റെ ഒരു വലിയ കാര്യം മുടി വെള്ളയല്ല എന്നുള്ളതാണ്. പക്ഷേ ബുക്കിലാണെങ്കിൽ ഇപ്പൊ റേനീസ് എന്ന് പറഞ്ഞാൽ റേനീസ് ബരാത്തിയനാണ് അമ്മ. അപ്പൊ റേനീസിന്റെ മുടി കറുത്ത മുടിയായിരുന്നു. പക്ഷെ റേനീസ് ഒരു ഡ്രാഗൺ റൈഡർ ആയിരുന്നു. ആ മുടിയില് ബുക്കില് വ്യത്യാസമുണ്ട് ഷോ എന്നുള്ളതിനേക്കാളും. റേനീസിന്റെ മുടി ഇതുപോലെ തന്നെയാണ്. ബരാത്തിയൻസിന്റെ സീഡ് ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് സെർസിയുടെ കുട്ടികളൊക്കെ എന്തുകൊണ്ടാണ് മുടി കറുപ്പല്ലാത്ത ബ്ലോണ്ട് കുട്ടികളാണെന്നുള്ളത് ഒരു ചോദ്യം നെഡ് സ്റ്റാർക്ക് അന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബരാത്തിയൻസിന്റെ ലീനിയേജിലുള്ള കുട്ടികൾ ജനറലി കറുത്ത മുടിയുള്ളവരായിരിക്കും. ടാർഗേരിയൻസിന്റെയും വെലേറിയൻസിന്റെയും ലീനിയേജിലുള്ള കുട്ടികൾ ജനറലി വെളുത്ത മുടിയുള്ളവരായിരിക്കുമെങ്കിലും വല്ലപ്പോഴും ഒക്കെ മറ്റ് ഹൗസുകളിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വേറെ കളറുള്ള മുടിയുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അത് ബുക്കിൽ ഇനി പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആഡമിന്റെ മുടി കറുത്തിട്ടും ആലന്റെ മുടി മൊട്ടടിച്ചിട്ടും ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കിങ്സ് ലാൻഡിങ്ങിലേക്കാണ് പോകുന്നത്. കിങ്സ് ലാൻഡിങ്ങിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ മുന്നേ ഏത് എപ്പിസോഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല, എപ്പിസോഡിൽ കണ്ട ഉൾഫ് എന്നുള്ള ഒരു ഡ്രാഗൺ സീഡിനെയാണ് കാണിക്കുന്നത്. ആളൊരു ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ റെനേറയുടെ മെയ്ഡ് വന്ന് മീറ്റ് ചെയ്ത ഡയാന എന്നുള്ള സ്ത്രീയാണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് കൊടുക്കുമ്പോൾ പറയും ഇന്നും മീനാണ്, മടുത്തിരിക്കുകയാണ് അവർക്ക് മീൻ തിന്നിട്ട്, കാരണം ഫുഡൊന്നും ഇല്ല കഴിക്കാനായിട്ട്. അപ്പൊ തന്നെ സിൽവി അവിടെ വന്നിരുന്നിട്ട് പറയും. സിൽവി ആരാന്ന് വെച്ചാൽ ഏമണ്ടിന്റെ കൂടെ നമ്മൾ മുൻ എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളായിരുന്ന സ്ത്രീയാണ്. ആ സ്ത്രീ അവിടെ വന്നിട്ട് പറയും എന്റെ ഗേൾസ് കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട്, അവിടെ പാർട്ടികൾ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഇത് നടക്കുന്നുണ്ടോ ഇത് മെസാരിയന്റെ പണിയാണോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള പോലെ പറയും. ഇത് ഒരു കാണിക്കലാണ്, ഇത് ഒരു ഇൻസിഡന്റ് മാത്രമാണ്. ഇത് ഇങ്ങനത്തെ പല ആൾക്കാരെ മെസേറിയ എല്ലായിടത്തും കൊണ്ടുവിട്ടിട്ട് ഓരോ കുത്തിത്തിരിപ്പ് വർത്താനങ്ങൾ പറഞ്ഞിട്ട് ക്രൗണിനെതിരെ സ്മോൾ ഫോക്കിനെ തിരിക്കുന്നുണ്ടായിരിക്കണം എന്ന് കാണിക്കാനുള്ള ചെറിയൊരു കാണിക്കലാണിത്. ഈ ഉൾഫും പ്രോബബ്ലി ഇനിയുള്ള ഡ്രാഗൺസിനെ ക്ലെയിം ചെയ്യാനുള്ള ഒരു ലിസ്റ്റിലേക്ക് വരാൻ പോകുന്ന ഒരാളും കൂടി ആയിരിക്കണം. അതിനുശേഷം ഡ്രാഗൺ സ്റ്റോണിൽ നമ്മൾ കാണും റെനേറ ബാർട്ടിമോസ് കെൽറ്റിക്കർ എന്ന് പറഞ്ഞ ആളുടെ കൗൺസിലുള്ള ആൾ പറയും ഇത് സ്റ്റെഫൻ മരിച്ചു അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഒരടി അങ്ങോട്ട് കൊടുക്കും. അതായത് റെനേറ പറയണത് എന്നെ പേടിക്കണം നിങ്ങൾ എന്നുള്ളത് പറഞ്ഞിട്ട് ഒരടി അങ്ങോട്ട് കൊടുക്കും. പിന്നെ മെസേറിയ റെനേറയോട് പറയും നമ്മുടെ പ്ലാൻ വർക്കിങ്ങിലായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ ഉൾഫിന്റെ സീനിലൊക്കെ സിൽവി ഓരോന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന സീൻ ഉണ്ടല്ലോ, അതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ആ പ്ലാൻ വർക്കിങ്ങിൽ ആവുന്നുണ്ട് എന്ന് പറയും. അതിന്റെ കൂടെ തന്നെ നമ്മൾ കാണുന്ന ഒരു സീനാണ് ഹ്യൂ ഹാമറിന്റെ വൈഫൊക്കെ ഭക്ഷണം ഇല്ലല്ലോ, ഭക്ഷണം ഇല്ലെങ്കിൽ ആർക്കപ്പോൾ വലിയ സന്തോഷം ഉണ്ടാവുക. കിങ്സ് ലാൻഡിങ്ങിലേക്ക് എനിക്കൊരു ഡ്രാഗൺ പിറ്റിലേക്ക് പോകുന്നതായിരിക്കും. ഷീപ്പിന്റെ വലിയ വണ്ടി ഇവർക്ക് തിന്നാനില്ല, അപ്പൊ ഡ്രാഗൺസിന് അപ്പോഴും ഫുഡ് ഉണ്ട് എന്നുള്ള പോലെ ആ വണ്ടി പോകുന്നതായിട്ട് കാണുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു ഇവർക്കൊരു ആടുമേട് വളർത്തൽ യോജന വളരെ അത്യാവശ്യമാണ്. ആദ്യം ഇവർ ചെയ്യേണ്ട പ്ലാൻ അതാണ്, എങ്ങനെ ഡ്രാഗൺസിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ ഭാഗത്തുനിന്ന് ഏറ്റെടുത്ത് നമുക്കൊരിത് വളർത്താൻ പറ്റും എന്നുള്ള ഒരു ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഏമണ്ടിന്റെ അടുത്ത് അപ്പൊ ലാരസ് പറയും സ്മോൾ ഫോക്ക് ഭയങ്കര അജിറ്റേറ്റഡ് ആണ്, അവരുടെ ഫുഡ് ഇല്ല, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ. ഏമണ്ട് അതിന് ലിറ്ററലി സോ എന്നാണ് ചോദിക്കുന്നത്, അതിനും ചോദിക്കുന്ന പോലെ തന്നെയാണ്. ഏമണ്ടിന്റെ ലാക്ക് ഓഫ് പൊളിറ്റിക്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും, ലാക്ക് ഓഫ് എക്സ്പീരിയൻസും അവിടെ കാണാൻ പറ്റും ഈ ഒരു റിയാക്ഷനിൽ. ഈ സ്മോൾ ഫോക്ക് തിരിയുന്നത് വലിയൊരു ഇഷ്യൂ ആണെന്നുള്ളത് ഏമണ്ട് ഇപ്പോഴും റിയലൈസ് ചെയ്യുന്നില്ല. പക്ഷെ ലാരസിന് അത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പൊ ലാരസ് പറയും ഏമണ്ടിന് ഇപ്പൊ ആവശ്യം ഒരു ഹാൻഡിനെയാണ്. കുറെ ഡയലോഗ് ഉണ്ടല്ലോ ലാരസിന്റെ സ്ഥിരം. ഏമണ്ട് പറയും എനിക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ ആവശ്യമില്ല. പക്ഷേ ലാരസിനെ ഹാൻഡായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന പോലെ ഒരു ഡയലോഗ് അടിച്ചിട്ട് പറയും നിങ്ങൾ പോയിട്ട് ഓട്ടോനെ എൻ്റെ മുത്തച്ഛനെ കൊണ്ടുവരാൻ പറയും. അപ്പൊ ലാരസ് അങ്ങോട്ട് ചമ്മൂട്ടോ. പക്ഷെ ലാരസിനെ വെറുപ്പിക്കുന്നത് വലിയൊരു സീനാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ഏമണ്ടിനില്ല. എന്താന്ന് വെച്ചാൽ ലാരസിന്റെ കയ്യിലാണ് ആ കിങ് റെഡ് കീപ്പിലുള്ള എല്ലാ മെയ്ഡ്സും. അവർക്ക് വേണമെങ്കിൽ ഈസിലി ഇവരെ ഹാം ചെയ്യാൻ പറ്റും. അത് ഏമണ്ട് ഒരു പക്ഷെ തിരിച്ചറിയുന്നില്ല ലാരസിന്റെ കയ്യിൽ എന്തുമാത്രം പവർ ഉണ്ടെന്നും ലാരസ് എന്തുമാത്രം വിഷമുള്ളൊരു ജീവിയാണെന്നും മേ ബി ഏമണ്ട് തിരിച്ചറിയുന്നില്ല. അപ്പൊ തന്നെ ഗ്രാൻഡ് മേസ്റ്റർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇവരുടെ കൗൺസിലിലേക്ക് വരുന്നത്. മേസ്റ്റർ വരുമ്പോൾ പറയും ഏഗോണിന് കോൺഷ്യസ്നെസ് തിരിച്ചു കിട്ടി എന്നുള്ള പോലെ. ഏമണ്ട് ആണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് ഏമണ്ട് പോയിട്ട് ഏഗോണിനെ കാണും, ഏഗോണിനെ അങ്ങോട്ട് പേടിപ്പിക്കും, വേദനിപ്പിക്കുകയും ചെയ്യും. നിനക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് എന്ന്. അതായത് ഞാൻ കാരണമാണ് നീ സ്റ്റേറ്റിലിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഇനി ഒരിക്കലും ഏഗോൺ ഒരു
ഫുൾ സ്റ്റേറ്റിൽ എത്തില്ല എന്നുള്ളത്, പഴയ ഗ്ലോറിയിലേക്ക് തിരിച്ചെത്തില്ല എന്നുള്ളത് ഏമണ്ടിന് അറിയാം. അപ്പോൾ ഏഗോണിനെ പേടിപ്പിച്ച് നിർത്തുകയാണെങ്കിൽ ഒരുപാട് കാലം ഏമണ്ടിന് ഇങ്ങനെ പോകാൻ പറ്റും. ഏഗോൺ മരിക്കുകയാണെങ്കിലും ഏമണ്ടിന് നല്ലതാണ്. മേസ്റ്ററിന്റെ അടുത്തും ഏമണ്ട് ഇങ്ങനെ ഒരു സൂചന കൊടുക്കും. അതായത് ഒന്നും പറയില്ല, കിങ് കുറെ കാലം ഇങ്ങനെ കിടക്കുമായിരിക്കുമല്ലോ എന്നുള്ള പോലെ ഒരു ഡയലോഗാണ്. മേസ്റ്ററിന് കാര്യം മനസ്സിലാവും. എനിക്ക് തോന്നുന്നു മേസ്റ്റർ അതിനനുസരിച്ച് ഏഗോണിന്റെ എന്താ പറയുക മിൽക്ക് ഓഫ് ദ പോപ്പിന്റെ ഡോസ് കൂട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം കാണിക്കുന്നത് വെയിലില് റേനയും റെനേറയുടെ മോനായ ജോഫ്രിയും നടക്കാൻ പോവുകയാണ്. റേനയോട് പറഞ്ഞു വിട്ടേക്കണത് നീ ഈ കുട്ടികൾക്ക് ഒരു അമ്മയായിരിക്കണം എന്നുള്ള പോലെയാണല്ലോ. അതൊക്കെ ട്രൈ ചെയ്യാൻ തോന്നുന്നു റേന. പക്ഷെ കുട്ടി പറയും എനിക്ക് എൻ്റെ അമ്മേനെ കാണണം എന്നുള്ള പോലെയാണ് കുട്ടി പറയണം. അങ്ങനെ അവർ നടന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഇവർ കാണും പൊരിച്ച ആടുകൾ കുറെ. അതൊരു ഡ്രാഗന്റെ ലെയറാണ്. അവിടെ കുറേ ആടുകളെ തിന്നിട്ടും അതിൻ്റെയൊക്കെ നിറയെ കരിച്ചിട്ടും ഒക്കെ ഇട്ടേക്കുന്നത് ലേന കാണും. അതിനുശേഷം അവര് വെയിലില് ഈരി എന്നുള്ള കാസിലിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു ബെഡ്റൂമിൽ. ഇപ്പോഴും റേനയ്ക്കൊരു ഇവിടെ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ടാണ്. അപ്പൊ ജെയിനാര്യൻ നമ്മൾ സ്റ്റോം ക്ലൗഡ് എന്നുള്ളൊരു ഡ്രാഗണെ അപ്പൊ കാണും. ആ ഡ്രാഗൺ ഇങ്ങനെ കുട്ടി ഏഗോന്റെ അടുത്ത്, കുട്ടി ഡ്രാഗൺസ് ഭയങ്കര ക്യൂട്ടാട്ടോ കാണാൻ. ഏഗോന്റെ അടുത്ത് ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുന്നു. റേന ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നു. അപ്പം ജെയിനാര്യന്റെ അടുത്ത് റേന ചോദിക്കും വെയിലൊരു ഡ്രാഗൺ ഉണ്ടോ എന്നുള്ളത്. വെയിലൊരു ഡ്രാഗൺ ഉണ്ടോ എന്ന് ജെയിനാര്യന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജെയിനാര്യൻ പറയുന്നത് ഡ്രാഗൺ സ്റ്റോണിലാണ് ആക്ച്വലി ഈ ഒരു കുറച്ച് വൈൽഡ് ഡ്രാഗൺസ് ഒക്കെ ഉള്ളത്. ആ ഒരു ഏരിയയിലാണ്. വെയിൽ ഒരുപാട് ദൂരെയാണ്. പക്ഷെ ഇവർ കഥയ്ക്ക് വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്തൊരു കഥയാണിത്. ഫോറേജ് ചെയ്ത് ഷീപ്പിനെയൊക്കെ നോക്കി ഫുഡൊക്കെ നോക്കി ഇപ്പൊ വെയിലൊരു ഡ്രാഗൺ ഉണ്ട് എന്നുള്ള പോലെ ജെയിനാര്യൻ റേനയുടെ അടുത്ത് പറയും. അതായത് റേനയ്ക്ക് ഒരു ഡ്രാഗൺ ഇപ്പൊ ക്ലെയിം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? റേനയ്ക്ക് 2 പോസിബിലിറ്റികളാണുള്ളത്. ഒന്ന്, ക്ലിയർലി 4 മുട്ടകൾ കൊടുത്തു വിട്ടതിൽ 1 മുട്ടയെ വിരിഞ്ഞിട്ടുള്ളൂ, ബാക്കി 3 മുട്ട ബാക്കിയുണ്ട്. അതിലൊരു ഡ്രാഗൺ വിരിഞ്ഞ് മോർണിംഗ് എന്നുള്ള പേരുള്ള ഡ്രാഗണായിട്ട് റേനയുടെ ഡ്രാഗൺ ആവുന്നു. രണ്ടാമത്തെ പോസിബിലിറ്റി ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാഗൺ ഉണ്ട്. ആ ഡ്രാഗൺ ആക്ച്വൽ കഥയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റിൽസ് എന്നുള്ള ഒരു ലോ ബോൺ ആയിട്ടുള്ളൊരു കുട്ടി ആളുടെ ആടിനെയൊക്കെ കൊടുത്ത് മെരുക്കിയെടുക്കുന്ന ഒരു ക്യൂട്ട് കഥയായിരുന്നു എന്നിട്ട് അവർ കാണിച്ചു തരുന്നത്. മെരുക്കിയെടുക്കുന്നതായിട്ടാണ്. പക്ഷേ ഇവിടെ വേണമെങ്കിൽ ഷീപ്പ് സ്റ്റീലർ ഒരു പക്ഷേ റേനയുടെ ഡ്രാഗണായി മാറാനുള്ള ചാൻസുകളുണ്ട്. അതിനുശേഷം ഡ്രാഗൺ സ്റ്റോണിൽ റെനേറ ജെസേറസിന്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ജേസിന്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ ജേസും പറയുന്നത് ഡേമൺ വേണം എന്നുള്ള പോലെ, ഡേമൺ എല്ലാവർക്കും ഈ ഡേമൺ വേണം, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്നുള്ള പോലെയാണ് റെനേറയുടെ ഒരു ഇത്. അപ്പൊ തന്നെ മെസ്സേരി അവിടെ കടന്നു വരികയും പറയും ഗിഫ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ള പോലെ. അപ്പൊ ജേസ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ജേസിന് ആക്ച്വലി റെനേറ കുറച്ചും കൂടിയൊക്കെ ഈ ഡിപ്ലോമാറ്റിക് ഡെസിഷൻസിൽ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം ജേസിന് അതിനുള്ള കഴിവുണ്ട്. ജേസ് പോയ സ്ഥലങ്ങളിലെല്ലാം സ്വന്തം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നോർത്തിൽ പോയി അവിടുന്ന് ഒരു വയസ്സായ ആൾക്കാരുടെ ആർമി ആണെങ്കിലും അവിടുന്ന് ഒരു ആർമീനെ ഇതാക്കാൻ റെഡിയായി. ജെയിനാര്യനെ ആളുടെ ആർമീനെ വിടാൻ കൺവിൻസ് ചെയ്തു. ഫ്രേസിന്റെ അടുത്ത് പോയപ്പോഴും ജേസ് ആക്ച്വലി സക്സസ്ഫുൾ ആയിരുന്നു. മേ ബി റിവർലാൻഡ്സിലും ജേസ് ആണ് പോയിരുന്നതെന്നുണ്ടെങ്കിലും ഇപ്പൊ കാണുന്ന ഈ ഒരു ബഹളം ആയിരിക്കില്ല നമ്മൾ കാണാം. കാരണം ജേസിന് നല്ല ഡിപ്ലോമസി ഉണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ജേസ് പോകുന്നു, റെനേറയും മെസ്സേറിയനും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ഷോട്ടാണ്. ഇവർ ഈ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ആ സീൻ കാണിച്ചതിന് ശേഷം കിങ്സ് ലാൻഡിങ്ങിൽ ചെറിയ ഷിപ്പുകൾ, സപ്ലൈ ഉള്ള ഷിപ്പുകൾ വിത്ത് റെനേറയുടെ ബാനർ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്മോൾ ഫോക്കിന് അങ്ങോട്ട് നമ്മുടെ ക്വീൻ ഇപ്പോഴും നമ്മളെ പറ്റി ആലോചിക്കുന്നുണ്ട്, നമ്മളെ പറ്റി നമുക്ക് വേണ്ടി സാധനങ്ങൾ അയച്ചു. ഏമണ്ട് പറഞ്ഞ മാതിരി റെനേറയുടെ ഗള്ളറ്റ് ബ്ലോക്കേഡ് കാരണമാണ് ഇവർക്ക് ഇപ്പോൾ ഫുഡ് ഇല്ലാത്തത്. പക്ഷെ ആൾക്കാരുടെ ഒരു സൈക്കി അങ്ങനെയല്ല. ആൾക്കാർ ചിന്തിക്കുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ്. ചിലപ്പോൾ അതൊന്നും മനസ്സിലാക്കി പ്ലേ ചെയ്യാൻ അവിടെ കഴിവുള്ളത് ഓട്ടോയ്ക്ക് മാത്രമാണ്. പക്ഷെ ഓട്ടോ ഇപ്പൊ അവിടെ ഇല്ല. വളരെ നല്ലൊരു ഡിസിഷനാണ് ഏമണ്ട് ഓട്ടോനെ അവിടെ വരുത്താനുള്ള പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആലിസന്റും മേസ്റ്ററും സംസാരിക്കുന്നത് കാണും. മേസ്റ്റർ പറയും ഏഗോന്റെ റിക്കവറി സ്ലോ ആണെന്ന്. സ്ലോ ആക്കുന്നതാണോ സ്ലോ ആണോ നമുക്കറിയില്ല. മേസ്റ്റർ ആലിസന്റിന് ഒരു ഇൻഫർമേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഹൗസ് ബീസ്ബറി ഇവർക്കെതിരെ തിരിഞ്ഞു. ഹൗസ് ബീസ്ബറിന്റെ ലോർഡ് ബീസ്ബറിനെ ക്രിസ്റ്റൻ വെസേരിസ് മരിച്ച ദിവസം കൊല്ലുന്നതാണ്. അപ്പൊ അവർക്ക് ആ ഒരു ദേഷ്യത്തിൽ ഹൗസ് ബീസ്ബറി ഇവർക്കെതിരെ തിരിഞ്ഞു എന്നുള്ളൊരു ഇൻഫർമേഷനും ആലിസന്റിന് ഗ്രാൻഡ് മേസ്റ്റർ കൊടുക്കുന്നുണ്ട്. പിന്നീട് ആലിസന്റ് ഗ്വെയിൻ ഹൈറ്റവറും സർ ക്രിസ്റ്റനും ഏമണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഹാരൻ ഹോളിലേക്ക് മാർച്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. ഗെയിൻ ഹൈറ്റവറിന് ചെറിയ പരിക്കുകൾ, പുള്ളി അങ്ങോട്ട് 100% ഉള്ള പോലെയല്ല കാണുമ്പോൾ തന്നെ. ആള് നല്ല പേടിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ഇതില് ആൾക്ക് ഒട്ടും അത്ര ഒരു സന്തോഷമുള്ള ബാറ്റിലായിരുന്നില്ല ഈ റൂക്സ് റെസ്റ്റിൽ നടന്നത്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് കാണിക്കുന്നത്. ഗെയിൻ ഹൈറ്റവറിന്റെ കാര്യത്തില് ആലിസന്റിനെ ആയിരുന്നു ഓട്ടോക്ക് എപ്പോഴും ഇഷ്ടം. ആലിസന്റിന് വേണ്ടി ഗ്വെയിനെ കുറച്ച് തഴയപ്പെട്ടു എന്നുള്ള പോലൊരു സംസാരം ഗ്വെയിന്റെ ഇതിലുണ്ട്. ആലിസന്റിന്റെ ഒരു അഭിപ്രായത്തില് റെനേറേനെ വിസെറിസ് ഫേവർ ചെയ്യുന്നു, ആളുടെ മക്കളെ ഫേവർ ചെയ്തില്ല എന്നുള്ളൊരു ഇത്
ആലിസണിന് അതേ ഒരു എക്സ്ട്രാ സ്നേഹം ഓട്ടോന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടിയത് നല്ലൊരു കാര്യമായിരുന്നില്ല, എന്നാലും കിട്ടിയിരുന്നു എന്നുള്ള പോലെ ഗ്വെയിൻ ഹൈറ്റവർ പറയും. പിന്നെ ആലിസന്റെ ചോദിക്കും ആളുടെ ഇളയ മകനെ പറ്റി, ഡേറോൺ ടാർഗേറിയനെ പറ്റിയിട്ട്. ഡേറോൺ ടാർഗേറിയൻ അവിടെയാണ്, ഓൾഡ് ടൗണിലാണ്. ആളെ കബ്ബെയറായിട്ട് ചെറിയ പ്രായത്തിൽ അവിടെ നിൽക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങടേക്ക് അയച്ചിരിക്കുകയാണ്. ഡേറോണിനെ പറ്റി മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ്. അവനിപ്പോൾ 16 വയസ്സാണ്, അവന്റെ ഡ്രാഗൺ ഉണ്ട്, ടെസാരിയൻ. മിക്കവാറും ആ കുട്ടിയെ നമ്മൾ ഇനി ഈ സീരീസിൽ കാണുമായിരിക്കും. അവനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്, നല്ലൊരു പയ്യനാന്നുള്ള പോലെ. കാരണം അവൻ ആലിസന്റെയും വെസേറിസിന്റെയും കെയറിലല്ല വളർന്നത്. അവർ രണ്ടുപേരും വളരെ മോശം പാരന്റ്സ് ആയിരുന്നു ആലിസന്റെ കുട്ടികളുടെ അടുത്ത്. റെനേറയുടെ അടുത്ത് വെസേറിസ് മേ ബി ഒരു ബെറ്റർ പാരന്റ് ആയിരുന്നു. പക്ഷെ ആലിസന്റെ കുട്ടികളുടെ അടുത്ത് ആലിസന്റും കണക്കായിരുന്നു, വെസേറിസും കണക്കായിരുന്നു. ഇളയ മോൻ കൈൻഡ് ആണെന്ന് ഗ്വെയിൻ പറയുമ്പം ആലിസന്റ് പറയും കൈൻഡ്നെസ് എന്റെ കുട്ടികളിൽ ഞാൻ കാണാത്തൊരു ഇതാണെന്നുള്ള പോലെ. അപ്പോ ഇങ്ങനെ റെഡ് കീപ്പിൽ വളർന്നുകൊണ്ടായിരിക്കും അവർക്ക് എന്നുള്ളത് പോലെ പറയുമ്പോൾ റെഡ് കീപ്പാണോ അവരുടെ അമ്മയാണോ? ആലിസന്റ് ഇങ്ങനെ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു റിഗ്രറ്റിന്റെ ഒരു കൂടാണ് ആലിസന്റ്. ഇപ്പം മൊത്തത്തിൽ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസിനും ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് ആലിസന്റ്. ആലിസന്റ് ക്രിസ്റ്റൻ കോളിനോട് ഒന്നും പോയി പറയുന്നില്ല, ജസ്റ്റ് പോയി ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. അവരുടെ റിലേഷൻഷിപ്പ് ഏകദേശം എൻഡ് ചെയ്ത പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ആലിസന്റിനെയും ഹെലേനേനെയാണ് കാണിക്കുന്നത്. ഹെലേനയ്ക്ക് കുറെ ബഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കൂട്ടിലുള്ള അങ്ങനെ ഒരു കീടത്തിനെ നോക്കിയിട്ട് പറയും ഇത് പാട്ട് പാടുന്നത് നിർത്തി എന്ന് പറയും. അപ്പോഴാണ് ആലിസന്റ് കടന്നു വരുന്നത്. ആലിസന്റിന്റെ കൗൺസിലിലെ വോയിസും കട്ട് ഡൗൺ ആയി എന്നുള്ള പോലെ ഒരു ഡയലോഗായിട്ട് എനിക്കത് തോന്നി. അപ്പൊ ആലിസന്റ് ചോദിക്കും നമുക്ക് സെപ്റ്റിക്കിലേക്ക് പോയാലോ, അവിടേക്ക് പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചാലോ എന്നുള്ള പോലെ ഹെലേനയോട് ചോദിക്കും. അതിനുശേഷം നമ്മൾ ഹ്യൂ ഹാമറിനെയും ചീസിന്റെ പട്ടീനെയും കാണും. ചീസിന്റെ പട്ടി ഭാഗ്യത്തിന് അവിടെ ഉണ്ട്, സമാധാനമായിട്ട്, ആരും അതിനെ ദ്രോഹിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതിനെങ്ങനെ ഇങ്ങനെ താലോലിക്കുന്നത് കാണും. ഈ റെനേറ കൊടുത്തുവിട്ട ഫുഡിന് വേണ്ടിയിട്ട് ആ ഒരു ഏരിയയിൽ ഭയങ്കര ഒരു അടി. കാരണം ആൾക്കാരുടെ കയ്യിൽ ഫുഡില്ല, അപ്പൊ കയ്യൂക്കുള്ള കാര്യക്കാരൻ എന്നുള്ള പോലെ പിടിച്ചു പറിച്ചൊക്കെ പോണ പോലത്തെ ഒരു അവസ്ഥയാണ്. ആ സമയത്താണ് ആലിസന്റും ഹെലേനയും പ്രാർത്ഥിക്കാൻ പോയേക്കുന്നത്. കിങ്സ് ഗാർഡ് വേഗം ഇവരുടെ അടുത്ത് പറയും നമുക്ക് ഇറങ്ങാം, ഇത് ശരിയാവില്ല. അങ്ങനെ ഇവരെ ഇറങ്ങുമ്പോഴത്തേനും ഇവരുടെ നേരെ ജനം ദേഷ്യം ആരുടെ അടുത്തെങ്കിലും തീർക്കണമല്ലോ. ഇതൊരു വളരെ വലിയ കോൺട്രാസ്റ്റ് ആണ്. കാരണം ജഹേറിസ് മരിച്ചപ്പോ ഇവർക്ക് വേണ്ടി കരഞ്ഞ ജനമാണ് ഇന്ന് ഇവരുടെ എതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഓട്ടോന്റെ ആ കറക്റ്റ് പൊളിറ്റിക്കൽ മൂവിനെ മുതലെടുക്കാനുള്ള കപ്പാസിറ്റി ഓട്ടോക്ക് ശേഷം പവറിൽ വന്നവർക്ക് ഇല്ലായിരുന്നു. കുറച്ച് കാലത്തെ ഗ്യാപ്പിൽ തന്നെ ഇത്രയും വലിയൊരു തിരിയലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ആൽസിന്റെ മുഖത്തേക്ക് ആരോ എന്തോ വേസ്റ്റ് ഒക്കെ എറിയണൊക്കെ ഉണ്ട്. ഇവര് വളരെ കഷ്ടപ്പെട്ടു. അതിന്റെ ഇടയ്ക്ക് കിങ്സ് ഗാർഡിൽ ഒരാൾ പോയിട്ട് ഒരാളുടെ കയ്യങ്ങ് വെട്ടും ഇവരെ പിടിക്കാൻ വന്നേന്. അതോടെ പിന്നെ ആകെ സീനാവും. ഇവരെ കാരേജിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒരു കിങ്സ് ഗാർഡെങ്കിലും അതിൽ മരിച്ചിട്ടുണ്ടാവും. ഇനി എയ്മണ്ട് ഇതിനൊരു ഉത്തരം കൊടുക്കും. അതാണ് ഇനി സീനാവാൻ പോകുന്നത്. ലാരിസ് അതിനുശേഷം പോയിട്ട് ഏഗോണിനെ കാണാണ്. ഏഗോണിന്റെ അടുത്ത് കാണുമ്പോൾ ഏഗോണിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലാരിസിനും ഓൾറെഡി ഒരു ഡിസേബിലിറ്റി ഉണ്ട്. അതൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ മിൽക്ക് ഓഫ് ദ പോപ്പി ഒരുപാട് കുടിക്കണ്ട എന്നുള്ളൊരിതും കൂടി കൊടുത്തിട്ട് ഏഗോണിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലേക്കാണ് ലാരിസ് പോകുന്നത്. കാരണം ഏമണ്ടിന്റെ അടുത്ത് ആളുടെ കളികൾ നടക്കില്ല. ഏഗോൺ ആണെങ്കിൽ വയ്യെങ്കിലും ഇപ്പോഴും കിങ് ആണ്. അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മേ ബി ലാരിസിന് മുന്നിലേക്ക് പോകാനുള്ള ചാൻസസ് ബെറ്റർ ആണ് ഏഗോണിന്റെ കൂടെ എന്നായിരിക്കും ലാരിസ് ചിന്തിക്കുന്നുണ്ടാവുക. ഏഗോൺ ആണെങ്കിൽ ലാരിസിന്റെ അടുത്ത് ലാരിസിന്റെ ഈ ഡിസേബിലിറ്റി പറഞ്ഞുള്ള റിലേറ്റ് ചെയ്തുള്ള കഥകളൊക്കെ കേൾക്കുമ്പോൾ ഏഗോൺ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നുള്ള പോലത്തെ ഒരു ഇതിലാണ്. അത് ലാരിസിന് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇതേ കാര്യമാണ് മേ ബി മെസാരിയ റെനേറയോട് ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ തഴയപ്പെടുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നത്, സൈഡ് ലൈൻസിലാവുന്നത്, അതാണ് റെനേറയുടെ വലിയൊരു പ്രശ്നം. ഇപ്പൊ ഈ ത്രോൺ കിട്ടാത്തത് പോലും ആളുടെ ഒരു ജെൻഡർ കാരണം മാത്രമാണ്. ആളിപ്പോ എത്ര കൊള്ളരുതാത്ത ഒരാളായിരുന്നെങ്കിലും ഒരു ആണായിരുന്നെങ്കിൽ ആൾക്ക് ഈസിലി ആ ത്രോൺ കിട്ടിയേനെ. അത് ഏഗോന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ലാരിസ് ഇവിടെ ചെയ്യുന്ന അതേ കാര്യമാണ് മെസാരിയ റെനേറയുടെ അടുത്തും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഹെറൻ ഹോൾ കാണും. ഹെറൻ ഹോളിലാണെങ്കിൽ ഡേമണിന് പിന്നെ ഒരു വിഷൻ ഉണ്ടാവും. ഏമ മരിച്ചു കിടക്കുമ്പോൾ വെസേറിസ് കരയുമ്പോൾ ഡേമൺ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്ന പോലെ, ഡേമണിന്റെ ഒരു സ്ഥിരം സ്വഭാവം അല്ലാണ്ട് സമാധാനിപ്പിക്കുന്ന പോലത്തെ ഒരു കാഴ്ചപ്പാട് കാണുന്ന പോലെ ഉണ്ടാവും. അപ്പൊ തന്നെ സൈമൺ സ്ട്രോങ് വന്നിട്ട് പറയും ഗ്രോവർ ട്രെല്ലി മരിച്ചു, ആലിസ് റിവേഴ്സ് ഒക്കെ കുറെ ട്രൈ ചെയ്തെങ്കിലും ഗ്രോവർ ട്രെല്ലി മരിച്ചു എന്നുള്ള പോലെ പറയും. ആലിസ് റിവേഴ്സ് ഡേമന്റെ അടുത്ത് പറഞ്ഞ പോലെ 3 ദിവസത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഏറ്റവും ഈ സീസണിലെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം കാണുന്നത് ഇപ്പോഴായിരിക്കും. ഒരു ഡ്രാഗൺ ഒരു റൈഡറിനെ ക്ലെയിം ചെയ്യുന്നു. സാധാരണ റൈഡേഴ്സ് ഇങ്ങോട്ട് വന്ന് മരണഭയൊക്കെ പെട്ട് കഷ്ടപ്പെട്ട് കുറെ പേര് മരിക്കുന്നു, എന്നിട്ടൊക്കെയാണ് ഒരു ഡ്രാഗണിനെ ക്ലെയിം ചെയ്യുന്നത്. സീസ്മോക്ക് ഒരാളെ ചുട്ടുകരിച്ച് കൊന്നെങ്കിലും വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രാഗനാണ്. ആഡം ഓഫ് അള്ളിനെ മൂപ്പരാള്
ചേസ് ചെയ്യാണ്, എനിക്ക് ആരെങ്കിലും ഒക്കെ വേണം. എനിക്ക് തോന്നുന്നു ലേനോർ മേ ബി മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത് പലപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് സീസ്മോക്ക് ലോൺലി ആണെന്നുള്ള പോലെ. അപ്പൊ സീസ്മോക്കന്നെ നല്ലപോലെ വെലേറിയൻ ബ്ലഡ് ഉള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ട് സ്വയം ക്ലെയിം ചെയ്യുന്ന ഒരു സീനാണ്. ക്ലെയിം ചെയ്തു എന്ന് നമ്മൾ കാണിക്കുന്നില്ല, പക്ഷെ പിന്നീടുള്ള ഒരു സീനിൽ മെസാരിയയും റെനേറയും സംസാരിക്കുകയാണ്. അപ്പൊ മെസാരിയനോട് റെനേറ പറയണു എല്ലാവർക്കും ഡേമനെ വേണം, ഇങ്ങനെ സോഡൊക്കെ എടുത്തു നോക്കുകയാണ്. കാരണം സോഡ്സ്മാൻഷിപ്പ് ഇതേവരെ റെനേറേനെ പഠിപ്പിച്ചിട്ടില്ല, എങ്ങനെ ഒരു സോഡ് വീൽഡ് ചെയ്യണം എന്നുള്ളത് റെനേറേനെ പഠിപ്പിച്ചിട്ടില്ല. റെനേറ കബ്ബേറാണ്, പെൺകുട്ടി ആയതുകൊണ്ട് ആ ഒരു സ്കില്ല് പെൺകുട്ടികൾക്ക് കൊടുക്കാനേ തയ്യാറല്ല. വിസന്നെ മാത്രമേ ഉള്ളൂ ആ ഒരു സ്കില്ല് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ഡേമന്റെ കാര്യത്തിൽ പറയാണ്, ഡേമനും റെനേറയും തമ്മിലുള്ള ഒരു ഡൈക്കോട്ടമി. അതായത് റെനേറയ്ക്ക് വേണ്ട പല കാര്യങ്ങളും ഡേമന്റെ കയ്യിലുണ്ടായിരുന്നു. കെയർ ഫ്രീ ആയിരുന്നു, ആണായിരുന്നു, കുറെ കാര്യങ്ങൾ. റെനേറയ്ക്ക് ഉണ്ടായിരുന്ന ക്വാളിറ്റീസ് വെസേറിസിന്റെ കണ്ണിലുണ്ണി ആയിരുന്നു, എയറാക്കി. പല കാര്യങ്ങളും ചേർന്നാണ് അവരൊരു ഒന്നായത് എന്നുള്ള പോലെ റെനേറ മെസാരിയന്റെ അടുത്ത് പറയാണ്. അപ്പൊ തന്നെ മെസാരിയ ഈ ലാരിസ് ചെയ്യുന്ന അതേ കാര്യമാണ് മെസാരിയ ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ മെസാരിയ റൈറ്റ് ആയിരിക്കും കിട്ടും, ചിലപ്പോൾ ആള് ഒരു പ്രത്യേകിച്ച് ഒരു അജണ്ട ഒന്നും ഇല്ലാണ്ട് ഇവിടെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് ആയിരിക്കാം പറയുന്നു. ആള് പറയുന്ന ആളുടെ സ്കാർ എങ്ങനെ ഉണ്ടായി, ആൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ റെനേറയുടെ അടുത്ത് പറയണേ. കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. കാരണം കഴിഞ്ഞ സീസണിൽ ഡേമൺ ആളുടെ കുട്ടിയായിട്ട് മെസാരിയ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോഴും മെസാരിയ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. അതൊക്കെ പറയുമ്പോൾ അവരൊരു കമ്പാഷനേറ്റ് മൊമെന്റ് ഷെയർ ചെയ്യാണ്. അത് ഇനി വരുന്ന സീസണുകളിൽ ഡേമൺ തിരിച്ചു വരികയാണെങ്കിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഡൈനാമിക്സ് ആണ്. എന്താന്ന് വെച്ചാൽ ഡേമണും മെസാരിയും തമ്മിലൊരു ഹിസ്റ്ററി ഉണ്ട്. ഡേമനും റെനേറയും മാരീഡും ആണ്. അപ്പൊ റെനേറയും മെസാരിയും തമ്മിൽ ഒരു ഹിസ്റ്ററി ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന അസോസിയേഷൻ ആണ് അതെന്ന് എനിക്ക് തോന്നുന്നു. ആ മൊമെന്റിൽ തന്നെയാണ് വന്നിട്ട് പറയുന്നത് സീസ്മോക്കിന് ഒരു റൈഡർ ഉണ്ട്, ആരോ മേലെ ഉണ്ട്, പറക്കുന്നു എന്നുള്ളത് കിങ്സ് ഗാർഡ് വന്നിട്ട് റെനേറയെ അറിയിക്കുകയാണ്. റെനേറ ഒബ്വിയസ്ലി വിചാരിക്കുന്നത് ഗ്രീൻസ് എന്നുള്ള ഒരാളായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതല്ല, ആഡമിനെ സീസ്മോക്ക് ക്ലെയിം ചെയ്യുന്നത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ റെനേറ പക്ഷേ സൈറാക്സ് കയറി നേരെ സീസ്മോക്കിന്റെ റൈഡറിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടാണ്. റെനേറയുടെ അഭിപ്രായത്തിൽ റെനേറ ചിലപ്പോൾ ഒരു ബാറ്റിലേക്ക് ആയിരിക്കും പോകുന്നതെന്നുണ്ടെങ്കിലും ഇനി റെനേറയ്ക്ക് വളരെയധികം റിലീഫ് കിട്ടാൻ പോകുന്നത്. കാരണം ഈ സ്റ്റെഫൻ ഡാർക്ലിങ്ങിന്റെ മരണശേഷം ഹൈബോൺ ആയിട്ടുള്ള ആരെങ്കിലും ഈ ഡ്രാഗൺസിനെ ക്ലെയിം ചെയ്യാൻ മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓൺ ദി അദർ ഹാൻഡ് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ തപ്പുവാണെങ്കിൽ അവർക്ക് ലെജിറ്റിമസി കിട്ടുന്നു, അവർക്ക് പണം കിട്ടുന്നു, അവർക്ക് പ്രതാപം കിട്ടുന്നു, അവർക്ക് ഒരു ഡ്രാഗനെ കിട്ടുന്നു. അപ്പൊ അവരൊന്നും കൂടി വില്ലിങ് ആയിരിക്കും ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട്. അതിലേക്കുള്ള ഒരു ഇത് സീസ്മോക്ക് റെനേറയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത പോലെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളും കുറച്ചും കൂടി ഡയലോഗ് ഹെവി അല്ലെങ്കിൽ ഇൻസിഡന്റ് കുറച്ച് കുറവും കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് കുറച്ച് കൂടുതലുള്ള എപ്പിസോഡ്സ് ആണ്. പലപ്പോഴും ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ ഞാൻ മിസ് ചെയ്യുന്നത് ഗെയിം ഓഫ് ത്രോൺസിലെ പോലത്തെ നല്ല പൊളിറ്റിക്സ് ആണ്. അതിപ്പോഴും ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഗെയിം ഓഫ് ത്രോൺസിന്റെ ഇനീഷ്യൽ സീസൺസിലൊക്കെ ഉണ്ടായിരുന്ന പൊളിറ്റിക്സ് ടോപ്പ് ടയർ ആയിരുന്നു. നമുക്കിങ്ങനെ എന്താണ് ഇവര് മൈൻഡ് മാസ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്ന പൊളിറ്റിക്സ് ആയിരുന്നു. പലപ്പോഴും റെനേറ ഒന്നും അത്ര അങ്ങോട്ട് ആലിസന്റെ ആണെങ്കിലും അത്ര കേപ്പബിൾ അല്ലാത്ത പൊളിറ്റീഷ്യൻസ് ആണെന്ന് തോന്നുന്ന പല സീനുകളും നമുക്ക് കാണാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും വളരെയധികം ആക്ഷൻ ആൻഡ് പവർ പാക്ഡ് ആയിരിക്കും. ഡ്രാഗൺസ് എന്നുള്ള ഒരു എലമെന്റ് അവർ വളരെ വലുതായിട്ട് കാണിക്കും. അവരുടെ ഡാൻസ് ആയിരിക്കണം മേ ബി ഇതിൽ കുറച്ചും കൂടി സെന്റർ സ്റ്റേജ് എടുക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ബൈ.